വള്ളുവനാട്ടിലെ ഒരു ഇണക്കാളയിലെ വ്യത്യസ്ത ഭാഗങ്ങൾ. ഞാനിത് മറന്നു പോകണ്ടെന്ന് വിചാരിച്ച ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് വള്ളുവനാട്ടിലെ ഇണക്കാളകളുടെ വ്യത്യസ്ത ഭാഗങ്ങൾ. ഇപ്പോൾ നമ്മൾ പറയില്ലേ, തല, ഉടൽ, ആർച്ച്, മാല, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോൾ തലകൾ എന്ന് പറഞ്ഞാൽ വള്ളുവനാട്ടിലെ ഇണക്കാളകളുടെ എല്ലാ കാളകളുടെയും തലകൾ ഒരുപോലെയല്ല. വ്യത്യസ്തമായ തലകളുള്ള കാളകളുണ്ട്. ഇപ്പോൾ നമ്മൾ കുലപതി പോലുള്ള ഒരു കാളയെ കുറിച്ച് പറയുമ്പോൾ ആ കുലപതി കാളയുടെ ഇതുപോലുള്ള തലയല്ല മറ്റെല്ലാ കാളകളിലും ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഏകഛത്രാധിപതിയിലേക്കൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെതായ മാറ്റങ്ങളുണ്ട്. അതേപോലെ നമ്മൾ നിലവിൻ്റെ തമ്പുരാനിലേക്ക് വരുമ്പോൾ കുറച്ച് മാറ്റങ്ങളുണ്ട്. അതേപോലെ നമ്മളിപ്പോൾ മുണ്ടക്കോട്ടുറിച്ചി ദേശക്കാളയിലേക്ക് വരുമ്പോൾ അതിൽ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് തലയിൽ മാത്രമല്ല, ഉടലിലും അതേപോലെ തന്നെ മാലയിലും ആർച്ചിലും സൈഡ് മാലയിലൊക്കെ ഇതിൻ്റേതായ വ്യത്യസ്തതകളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നോക്കാം. ആദ്യം നമുക്ക് തലയിൽ നിന്ന് തുടങ്ങാം. ഒരു കാളയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ തലകളാണ്. നമ്മൾ പെട്ടെന്ന് ആദ്യം നോക്കുന്നത് ഈ തലേനെ നമ്മൾ ശ്രദ്ധിക്കുകയാണ് ചെയ്യുക, അല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരവസ്ഥയിൽ നമ്മൾ കാളത്തലകൾ കാണുന്നത് ഇങ്ങനെ കളറ് ഉള്ള രീതിയിലാണ്. അപ്പോൾ ഇതേ കളറാവണം എന്നില്ല. ചില കാളകളുടെ ഒരവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ വൈറ്റ് ആയിരിക്കും. ഇപ്പോൾ പണ്ട് കാലത്തെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്ത നിറമുള്ള തലകളായിരുന്നു, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ തലകളുടെ ഇപ്പോൾ നമുക്കറിയാം, ഈ പുരികത്തിൻ്റെ മുകൾ ഭാഗത്തും അതേപോലെ താഴെ ഭാഗത്തും ഒക്കെ ആയിട്ട് വേറെ ചെറിയ രീതിയിൽ, ഇപ്പോൾ മുകൾ ഭാഗത്താണെങ്കിൽ ഒരു റാ ഷേപ്പിൽ, താഴെയാണെങ്കിൽ ഒരു യു ഷേപ്പിൽ വേറെ കളർ അടിച്ചിട്ടുണ്ടായിരിക്കും. ഈ വൈറ്റിൽ വേറെ കളർ അടിച്ചിട്ടുണ്ടായിരിക്കും 2 കാളത്തലകളിലും. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെ ഇപ്പോൾ ഇതുപോലെ ഒരു റെഡ് നിറോ അല്ലെങ്കിൽ ഏകദേശം റെഡ് എന്ന് പറയുമ്പോൾ കറക്റ്റ് റെഡ് അങ്ങനെയല്ല, അതിലും വൈവിധ്യമായ റെഡുകളുണ്ടല്ലോ. ഇപ്പോൾ ഇളം റെഡ് ഉണ്ട്, ഡാർക്ക് റെഡ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് നിറത്തിലോ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഗ്രീൻ നിറത്തിലോ ലൈറ്റ് ഗ്രീൻ നിറത്തിലോ ഒക്കെയുള്ള തലകൾ ഉണ്ട്. ഈ കാളകളുടെ തലകളുടെ നിറത്തെക്കുറിച്ച് പറയുമ്പോൾ ബാബുവേട്ടൻ്റെ കാളകളിലാണ് ആദ്യമായിട്ട് തലയ്ക്ക് ഇങ്ങനെ വ്യത്യസ്ത നിറങ്ങൾ അടിച്ച് ഉണ്ടായിട്ടുള്ളത് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാളത്തലകളുടെ വേറൊരു പ്രത്യേകത, ഇപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള കാളത്തലകളുണ്ട് നമുക്കറിയാം. ഇപ്പോൾ സാധാരണ രീതിയിലൊരു എന്താ പറയുക, ഏകദേശം ഒരു 6 അടി വലിപ്പമുള്ള, കൊമ്പടക്കം 6 അടി വലിപ്പമുള്ള കാളത്തലകളാണ് കുറച്ച് കാലം മുമ്പ് ഏകദേശം 2010 വരെയൊക്കെയുള്ള ആ ഒരു ടൈമിലൊക്കെ ഉണ്ടായിരുന്നത്, അല്ലേ? അതായത് ഒരു ഏറ്റിക്കളിപ്പിക്കാവുന്ന രീതിയിൽ വലിപ്പമുള്ള കാളകൾ. അപ്പോൾ അതിനനുസരിച്ചുള്ള കാളത്തലകൾ. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വലിയ കാളകൾ വരാൻ തുടങ്ങി. ഇപ്പോൾ ബാബുവേട്ടൻ്റെയൊക്കെ വലിയ കാളത്തലകൾ, 10 അടിയോളം വലിപ്പമുള്ള കാളത്തലകൾ ബാബുവേട്ടനെ പോലുള്ള ആളുകളാണ് ഇത് ഉണ്ടാക്കി തുടങ്ങി. ബാബുവേട്ടൻ്റെ കാളയിലാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാൽ വലിയ കാളത്തലകൾ അങ്ങനെ വരാൻ തുടങ്ങി. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് കതിരവനെ പോലെയുള്ള, നിലവിൻ്റെ തമ്പുരാനെ പോലെയുള്ള കാളത്തലകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിപ്പമുള്ള കാളത്തലകളാണ്. അപ്പോൾ കാളത്തലകൾ ഈ പറയുന്ന കൂറ്റന്മാരായ കാളത്തലകൾ എന്ന് നമ്മുടെ മുന്നിലുള്ള നമുക്കറിയാവുന്ന കാളകളിലുണ്ട്. അതുപോലെ ചെറിയ കാളത്തലകളുണ്ട്. നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ഒരു 1.5 അടി അങ്ങനെയൊക്കെ, 1 അടിക്ക് മുകളിലുള്ള വലിപ്പമുള്ള കാളത്തലകളും ഇന്ന് നമുക്കറിയാവുന്ന കാളകളിലുണ്ട്, അല്ലേ? ഇതാണ് കാളത്തലകളെ കുറിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഈ കാളത്തലകളുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുമ്പ് ഒരു സമയത്ത്, അതായത് ഒരു തരത്തിലുള്ള ഇപ്പോൾ അനക്കങ്ങളും ഇല്ലാണ്ട് ഇപ്പോൾ ഒരു കാളത്തല ഇങ്ങനെ വിൽക്കണമെന്ന് പറഞ്ഞാൽ അത് പിന്നെ അനങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നീട് ഈ കാളത്തലയിൽ വർക്ക് ചെയ്ത് നമ്മൾ ഈ മോട്ടോർ പോലുള്ള സെറ്റപ്പൊക്കെ വെച്ചിട്ട് നാവ് നീട്ടാവുന്ന ഒരു ലെവലിലേക്ക്, ചെവി അനക്കാവുന്ന ലെവലിലേക്ക്, അതുപോലെ തന്നെ ഈ കാളത്തല ഇങ്ങനെ ആടുക, അതേപോലെ ഇങ്ങനെ ആടുക എന്നൊരു ലെവലിലേക്കുള്ള ഒരു സെറ്റപ്പൊക്കെ ആയിട്ട് മാറി. ഇത് വന്ന സമയത്തൊക്കെ ഭയങ്കര കൗതുകമായിരുന്നു. ഇപ്പോഴും കൗതുകമുണ്ട്, കൗതുകത്തിന് കുറവൊന്നുമില്ല. പക്ഷേ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, ഇതൊക്കെ തുടങ്ങിയ ടൈമിൽ ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ഫീലായിരുന്നു. നമ്മുടെ ബാബുവേട്ടൻ്റെ ഏകഛത്രാധിപതി കാളയിലേക്ക് വരുന്ന സമയത്ത് ഈ കാളയുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗം, അവിടെ ഈ ചവയ്ക്കുന്ന രീതിയിൽ, അയവിറക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാളയുടെ അടുത്ത് പോയിട്ട് ഇത് കാണുമ്പോൾ നല്ല രസമാണ്, ഒരു വൈബ്രേഷനൊക്കെ അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് കാളത്തലകളെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി കാളത്തല കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രെയിമിലേക്ക് വരാം. എന്താണ് ഫ്രെയിം എന്ന് പറയുന്ന സംഗതി?
അതായത് ഈ കാള തല വെക്കുന്ന ഈ ഒരു ഇതുണ്ടാവുമല്ലോ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു സാധനം, ഇവിടുന്ന് ഇങ്ങനെ ഒരു സാധനം, ഇവിടുന്ന് ഇങ്ങനെ ഒരു സാധനം, ഇതിലാണ് കാളത്തല വെക്കുന്നത്. കാളത്തല വെക്കുന്ന ഉടലിലാണ് സംഭവം, ശരിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ക്രോസ് ആയിട്ട് നമ്മൾ വെക്കുന്ന ആ ഒരു ഭാഗം, അതിലാണ് നമ്മൾ ആർച്ച് അതേപോലെ മാലകളൊക്കെ ഫിറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചപ്പോൾ നമ്മൾ ഏകഛത്രാധിപതിയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു ഫ്രെയിം ഈ ഒരു സെറ്റപ്പിലല്ല, വേറൊരു കാളയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഫ്രെയിം ഉള്ളത്, അതിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കാം. അപ്പോൾ അതുതന്നെയാണ് നമ്മൾ ഫ്രെയിം എന്ന് പറയുന്നത്. ചില കാളകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാളയുടെ ഈ ഭാഗം ഉണ്ടല്ലോ, അതായത് ബാക്ക് സൈഡ് ഈ കൊമ്പ് തുടങ്ങണ ആ ഒരു രീതിയിലേക്കുള്ളത്, അതിന് മുകളിലേക്ക് ചിലപ്പോൾ ഫ്രെയിമിൻ്റെ ഭാഗം നിൽക്കുന്നുണ്ടായിരിക്കും. ചില കാളകളിൽ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഈ ചെവിയുടെ താഴെ ഇവിടെ ആയിരിക്കും ഫ്രെയിം ഉണ്ടായിരിക്കുക. ഈ മുമ്പുണ്ടായിരുന്ന, അതായത് ഒരു 15 കൊല്ലം മുമ്പുണ്ടായിരുന്ന കാളകളിൽ പൊതുവേ കാണുന്നത് ഈ തലയുടെ മുകളിൽ ഫ്രെയിമിൻ്റെ ഭാഗം വന്നിട്ട് അങ്ങനെ പൊതുവേ കാണലില്ല. എൻ്റെ ശ്രദ്ധയിൽ വിട്ടിട്ടില്ല, എൻ്റെ ഒരു അറിവിലില്ല, സാധാരണ അങ്ങനെ കാണലില്ല. പക്ഷെ ഇപ്പോഴത്തുള്ള കാളകളിലൊക്കെ എവിടെയാണോ തലയുള്ളത്, അല്ലെങ്കിൽ ഈ കൊമ്പ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനേക്കാൾ കൊമ്പിന് മുകളിൽ എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഈ ചെവിയുടെ മുകളിലേക്ക് ഈ ഫ്രെയിമിൻ്റെ ഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക്, ഒരു ഡിസൈനിലേക്കൊക്കെ കാളകൾ ഒരുപാടുണ്ട് നമുക്കിടയിൽ, അല്ലേ? ഇതൊക്കെയാണ് ഫ്രെയിമിനെ കുറിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഈ ഫ്രെയിമിൽ ഇതേപോലെ പലതരത്തിലുള്ള ഡിസൈനുകൾ, സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ കുതിര ചാടുന്ന പോലുള്ളൊരു സെറ്റപ്പ് ഉണ്ടായിരിക്കാം. അതേപോലെ നമ്മുടെ നിലവിൻ്റെ തമ്പുരാനിലേക്കൊക്കെ വരുന്ന സമയത്ത് അതിൽ ദശാവതാരങ്ങൾ എന്താണ് നമ്മുടെ ഫ്രെയിമിൽ ഉള്ളത്. ഇനി അടുത്ത ഭാഗം വരുന്നത് ആർച്ചാണ്. ഇപ്പോൾ വീണ്ടും ഏകഛത്രാധിപതി എന്ന കാളയുടെ ഒരു ഫോട്ടോ ആണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. ഇത് ആർച്ചിലേക്ക് വരുന്ന സമയത്ത് സാധാരണ രീതിയിൽ ആർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, 3 ദളങ്ങളുള്ള ആർച്ചായിരിക്കും. എന്താ ഈ 3 ദളങ്ങൾ എന്ന് പറഞ്ഞാൽ, അതായത് ആർച്ച് ഇതിപ്പോൾ 2 തലയാണ് വിചാരിക്കാം, ഇങ്ങനെ 2 ഏറ്റവും മുകളിലൊരു സാധനം, ഇങ്ങനെ 3 ദളങ്ങളുള്ള ആർച്ചുകളാണ്. ഇപ്പോഴത്തെ ആർച്ചുകൾ എന്ന് പറഞ്ഞാൽ 3 ദളങ്ങൾ ആ രീതിയിൽ തന്നെ ആർച്ചുകളുള്ളൂ എന്നൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ വീണ്ടും നമ്മുടെ യുവരാജാവിലേക്ക് വരുന്ന സമയത്ത് ഒറ്റ ദളമായിട്ടൊരു ആർച്ച് സംഭവം, അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതായത് താഴെ മുതൽ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ആർച്ചിൻ്റെ ഭാഗം ഒരു റാ ഷേപ്പിലുള്ള ഒരു ആർച്ച്, അങ്ങനെയുള്ള കാളകളുമുണ്ട്. അതേപോലെ ഇവിടെ ചതുരം രീതിയിലുള്ള ആർച്ച് ഉള്ള കാളകളുമുണ്ട്. അതൊക്കെ നമുക്കറിയാവുന്നതാണ്, നമ്മൾ പൂരപ്പറമ്പുകളിലൊക്കെ കാണുന്നുണ്ടായിരിക്കും അങ്ങനെയുള്ള കാളകൾ, അല്ലേ? ഇതാണ് ആർച്ചിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. പിന്നെ ഈ ആർച്ചിലുള്ളൊരവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ പറഞ്ഞല്ലോ, മുകളിലുള്ള 3 ദളങ്ങളിലെ നടുവിലെ ദളം, ആ ദളത്തിലാണ് ദേവി ഉള്ളത്. അതായത് ദേവിയുടെ ഒരു സ്കൾപ്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്, ഒരു വിഗ്രഹം പോലെ അല്ലെങ്കിൽ ഒരു രൂപം ഉള്ളത്. ഈ ദേവിയുടെ 2 സൈഡിലുമായിട്ട് എന്തുണ്ട്, തോഴിമാർ അല്ലെങ്കിൽ മാലാഖമാർ. അപ്പോൾ ഈ തോഴിമാരുടെയും മാലാഖമാരുടെയൊക്കെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുമ്പ് നമുക്ക് അറിയാവുന്നതാണ്, ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ലേ, ഇവിടെ ഇരിക്കുന്നത്, അതേപോലെ അപ്പുറത്ത് തന്നെ ഇരിക്കുന്നത്. ഒരു സമയത്ത് അതായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്, അല്ലേ, തോഴിമാരായിട്ട്. പിന്നെ ഈ മാലാഖമാർ നമ്മുടെ ഈ പറഞ്ഞ പോലെ ചിറകുകളുള്ള രീതിയിൽ ഇങ്ങനെ താലമൊക്കെ ഏന്തിയിട്ട് ഇങ്ങനെ പറക്കുന്ന രീതിയിൽ, മേഘങ്ങളൊക്കെ ഉള്ള ഒരു രീതിയിലേക്കൊക്കെ ഉള്ള തോഴിമാർ, അങ്ങനെയുള്ള ഒരു വിഗ്രഹങ്ങൾ, സ്ട്രക്ചേഴ്സ് ഈ 2 ദളങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇനി നേരെ കുടയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത്, കുടകളിലേക്ക് വരുന്ന സമയത്ത് വട്ടക്കുടകളാണ് സാധാരണ കുറച്ച് കാലം മുമ്പ് വരെ കാളകളിൽ ഉപയോഗിച്ചിരുന്നത്. ഈ വട്ടക്കുടകൾ എന്ന് പറയുമ്പോൾ നമ്മൾ നടുവിലുള്ള ദളമുണ്ടല്ലോ, ദേവി ഇരിക്കുന്ന ആ ഒരു സ്ഥലം, അതിന് മുകളിൽ കുറച്ച് വലിപ്പമുള്ള വട്ടക്കുട, ചില കാളകളിലൊക്കെ ഒറ്റ വട്ടക്കുട ഉണ്ടാവുള്ളൂ. അതിന് മുകളിൽ ഒരു സാധനം, ഒരു കുടുംബം പോലെ, എന്താ അതിന് പറയാം, ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. അതിന് അതായത് വട്ടത്തിലുള്ള കുട ഉണ്ടാവില്ല, അതിൻ്റെ മുകളിലൊരു സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലേ? പക്ഷേ പല കാളകളിലും ഈ ഒരു കുടയല്ലാണ്ട് അതിന് മുകളിൽ 2, 3, 4, 5 കുടകൾ പ്രത്യക്ഷപ്പെടുന്ന ഒരവസ്ഥയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ സ്ട്രക്ചർ വെച്ച് പറയുന്ന സമയത്ത് നമുക്കറിയാവുന്നതാണ്, ഈ വട്ടക്കുടകളൊക്കെ മാറിയിട്ട് ഇപ്പോൾ എന്താ പറയുക, വേറൊരു രീതിയിലുള്ള കുടകളൊക്കെ കുറേ കാലങ്ങളായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഏകഛത്രാധിപതിയിലേക്ക് വരുന്ന സമയത്ത് ഗോപുരം പോലെയുള്ള, അങ്ങനെയാണ് ആ കുടയുടെ ഭാഗമുള്ളത്, ഗോപുരം പോലെ. വേറെ ചില കാളകളുടെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഏത് കാളേനെ പറയാം, കമ്പനികളത്തെ വലിയ കാള അത് നോക്കുന്ന സമയത്ത് ആ ഗോപുരം പോലുള്ള ഒരു കുടകളല്ല അതിലുള്ളത്. അത് നമുക്കറിയാവുന്നതാണ്, ഒരു ഇങ്ങനെയുള്ള ഷേപ്പിലുള്ള ഒരു കുടയാണ് നടുവിലെ ദളത്തിൽ ഉള്ളത്, അല്ലേ? ഇവിടെ വട്ടക്കുടകളുള്ള കാളകൾ എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ കുലപതിനെ പറയാം. കുലപതിയിൽ വട്ടക്കുടകളല്ലേ ഉള്ളത്, ആണ്.
ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതേപോലെ തന്നെ ഈ 2 സൈഡിലുമുള്ള ദളങ്ങളിലും ഈ പറയുന്ന പോലെ മുമ്പ് പല കാളകളിലും കുടകളില്ലായിരുന്നു. പക്ഷേ ചില കാളകളിലൊക്കെ ഉണ്ടായിരുന്നു. വട്ടക്കുടകൾ ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞു വട്ടക്കുടകളുടെ സ്ട്രക്ചർ മാറി ഈ ഗോപുരം പോലെയോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള സ്ട്രക്ചറിലോ ഒക്കെ കണ്ടു തുടങ്ങി അല്ലേ, ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ കുടകളുടെ കാര്യം പറയുമ്പോൾ കതിരവൻ ഉണ്ണിയേട്ടൻ്റെ കാളുടെ കാര്യമൊക്കെ നോക്കുമ്പോൾ അത് കുട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടയുടെ ഭാഗം അത് വേറൊരു രീതിയിൽ നമ്മുടെ കാവടിയുടെ ഷേപ്പിലാണ് കുടകളൊക്കെ ഉള്ളത്. അപ്പോൾ അതിലും വ്യത്യസ്തതകളുണ്ട്. എല്ലാ കാളകളിലും ഒരുപോലെയുള്ള കുടകളല്ല എന്നർത്ഥം അല്ലേ. പിന്നെ നമ്മൾ ഇതിൽ പറയുമ്പോൾ അടുത്ത ഭാഗം വരുന്നത് കുടുക്കിക്കെട്ടി എന്നൊരു സെറ്റപ്പ്, ഒരു സംഭവം. അതെന്താണ് കുടുക്കിക്കെട്ടി എന്ന് പറയുന്നത്? കുടുക്കിക്കെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാളയുടെ ഇതിപ്പോൾ ഞാൻ ഒരു കാളയെന്ന് വിചാരിക്കാം. ഇത് കാളയുടെ കാളയുടെ തല, ഇത് കാളയുടെ ഉടൽ ഫ്രണ്ട് ഭാഗമാണ് വിചാരിക്കുക. അപ്പോൾ ഈ കഴുത്തുണ്ടല്ലോ, ഈ കഴുത്തിൽ കെട്ടുന്ന സാധനം ഉണ്ടാവില്ലേ, ഇതിന് നമ്മൾ കുടുക്കിക്കെട്ടി എന്ന് പറയുന്നത്. കുടുക്കത്തിൽ കെട്ടുന്ന ഒരു ആഭരണം കുടുക്കിക്കെട്ടി. അപ്പോൾ ഈ കാളത്തലകൾക്ക് നേരെ താഴെ കുടുക്കിക്കെട്ടി ഉണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ താഴെ പണ്ടം. എന്താണ് പണ്ടം എന്ന് പറയുന്നത്? അതായത് ഇവിടെ യു ഷേപ്പിൽ ഒരു സാധനം ഉണ്ടായിരിക്കും അല്ലേ, ഇതിനെയാണ് പണ്ടം എന്ന് പറയുന്നത്. അതിനെ തന്നെ ആണ് തോന്നുന്നു ആർച്ചുമാല എന്ന പേരിലും പലരും വിളിക്കുന്നത്. ആർച്ചുമാല അതുതന്നെ തോന്നുന്നു, അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തി തരിക കമൻറ്റുകളിലൂടെ. അപ്പോൾ അതാണ് ആർച്ചുമാല അല്ലെങ്കിൽ പണ്ടം എന്ന് പറയുന്നത്. ഈ പണ്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാളകളിലും ഒരുപോലെയുള്ള പണ്ടങ്ങളല്ല. അപ്പോൾ നമ്മൾ ഏകഛത്രാധിപതിയിലേക്ക് വരുന്ന സമയത്ത് ഈ പണ്ടങ്ങൾ ശ്രദ്ധിക്കുക. സാധാരണ പണ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും ഇല്ലേ. ഈ ഏകഛത്രാധിപതിയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വട്ടം, അതുപോലെ ഇങ്ങനെ ഒരു റാ ഷേപ്പിലുള്ള നേരെ ഓപ്പോസിറ്റ്, ഇങ്ങനെ യൂന് പകരം റാ ഷേപ്പിൽ അങ്ങനെ മുകളിലേക്കാണ് 2024 ഈ കഴിഞ്ഞ വർഷത്തിലുള്ള ഏകഛത്രാധിപതിയുടെ നമ്മൾ പണ്ടത്തിൽ വന്നിരുന്നത്. അതായത് ഇതിലൊക്കെ വെറൈറ്റി വന്നു തുടങ്ങി. പണ്ടത്തിൻ്റെ കാര്യം പറയുമ്പോൾ പഴയ കാളകളിൽ ഈ പണ്ടങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒറ്റ സ്ട്രക്ചർ അല്ലായിരുന്നു. ഇപ്പം എന്താ വെച്ചാൽ ഈ കാളകളുടെ ഈ പണ്ടം മൊത്തം ഒറ്റതായിട്ട് ഇവിടെ വന്നിട്ട് തൂക്കിയിടുകയാണല്ലോ ചെയ്യുക. മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു, ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ തൂക്കിയിടുക. അതായത് ഇപ്പോൾ ദേവാസുരം സിനിമയൊക്കെ കണ്ടുള്ള ആളുകൾക്ക് മനസ്സിലുണ്ട്, അത് ആ പണ്ടങ്ങളിലുള്ള ഓരോ മാല ഇങ്ങനെ ഇളകുന്നുണ്ടായിരിക്കും. അങ്ങനെ ഓരോന്ന് തൂക്കിയിട്ട അവസ്ഥയിലായിരുന്നു. പിന്നീട് എന്താ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി ഒറ്റ യു ഷേപ്പിലേക്ക് കൊണ്ടുവന്ന് അത് മാനേജ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും ആ ഒരു ലെവലിൽ. അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ വെക്കാവുന്ന ഒരു ലെവലിൽ. പിന്നെ ഈ പണ്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു അവസ്ഥ എന്താ വെച്ചാൽ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന പണ്ടങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പണ്ടങ്ങളിൽ മാത്രമല്ല ആർച്ചിലുമൊക്കെ മാലകളിലുമെല്ലാം എന്തുണ്ടായിരുന്നു, മാലകളിലല്ല നമ്മുടെ ഈ സൈഡ് മാലയിലും പണ്ടങ്ങളിലും ആർച്ചിലൊക്കെ ഉണ്ടായിരുന്ന സംഭവം നമ്മൾ ഈ വെളുത്തല്ല സിൽവർ നിറത്തിൽ അതുപോലെ ഗോൾഡ് നിറത്തിലൊക്കെ ഉള്ള ഈ വട്ടത്തിലുള്ള സാധനങ്ങളുണ്ടാവില്ലേ തിളങ്ങുന്നത്, അതിലൂടെ മുട്ടുസൂചി ഇങ്ങനെ തറച്ചിട്ട് അതിങ്ങനെ തറച്ച് വയ്ക്കും. അപ്പോൾ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാളേനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇതിങ്ങനെ ഇളകുമ്പോൾ ലൈറ്റൊക്കെ അടിക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മളൊരു വൈകുന്നേരമാണ് കാളേനെ കൊണ്ടുപോകുന്നത് വിചാരിക്കുക. ഇപ്പോൾ രാത്രി ആയാലും ശരി പെട്രോമാക്സിൻ്റെ ഒരു വെളിച്ചത്തിലൊക്കെയാണ് പോയിരുന്നത്, ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഇല്ലാത്ത ഒരു ടൈമിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇളകണത് കാണാൻ നല്ല രസമാണ്. പിന്നീട് ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ വന്ന എന്തായിരുന്നു വെച്ചാൽ ഈ വട്ടത്തിൻ്റെ ഉള്ളിൽ മുട്ടുസൂചി കുത്തി കയറ്റിയിട്ട് തറച്ച് വെക്കണ ഒരു സെറ്റപ്പ്, ആ പരിപാടി നിർത്തി, അതില്ല. അപ്പോൾ അതാണ് പണ്ടത്തിനെ കുറിച്ചൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നെ പണ്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പടിമാല. എന്താണ് പടിമാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പണ്ടത്തിന് 2 സൈഡായിട്ട്, ഇപ്പോൾ ഇത് പണ്ടാണ് വിചാരിക്കുക, ഈ പണ്ടം കഴിഞ്ഞിട്ട് ഇങ്ങനൊരു മാല ഉണ്ടായിരിക്കും അല്ലേ, അതുപോലെ ഇവിടെ ഇതിനെയാണ് പടിമാല എന്ന് പറയുന്നത്. അതായത് ഒരു നിരപ്പായ രീതിയിലുള്ളൊരു സംഭവം പടിമാല. ഈ പടിമാല എന്ന് പറയുന്നത് ഇപ്പോൾ പലപ്പോഴും ഈ പടിമാലയും അതിൻ്റെ അപ്പുറത്തുള്ള സൈഡ് മാലയും ഒക്കെ എല്ലാം കൂടി മിക്സായിട്ട് ഒറ്റ സ്ട്രക്ചർ ഒരു ലെവലിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കതിരവൻ്റെ മാലയൊക്കെ ഫ്രണ്ടിലുള്ള ആ ഭാഗം ഒക്കെ നോക്കി നമുക്കത് മനസ്സിലാവും. അങ്ങനെ വെറൈറ്റി രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ ഓരോ വെറൈറ്റി സംഭവിക്കുന്നുണ്ട് എന്നർത്ഥം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ സൈഡ് മാല പറയുമല്ലോ, ഈ സൈഡ് മാലയെ നമ്മൾ തേർമാല എന്നും പറയും. തേർമാല എന്താണ് തേർമാല എന്ന് പറഞ്ഞാൽ? ഈ തേർമാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ചില കാളകളിലൊക്കെ പൈപ്പ് പോലെ ഒരു സാധനമാണ് ഇങ്ങനെ തൂക്കിയിടുന്ന സാധനമല്ലേ, കാളുടെ 2 എൻഡിലുള്ള സാധനം. ഈ പൈപ്പ്
പൈപ്പ് കറക്റ്റ് പൈപ്പായിട്ടൊന്നല്ല, അത് ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 സൈഡുകളോ 5 സൈഡുകളോ ഒക്കെ ഉള്ള ഒരു മാലയായിട്ട് അങ്ങനെ ഒരു സാധനമാണ്. അതായത് ഇവിടെ ഇപ്പോൾ പ്ലെയിൻ ഇങ്ങനെ ഒരു സാധനം വിചാരിക്കും, അതൊന്ന് കുറച്ച് പൊന്തി നിൽക്കുന്ന രീതിയിലുള്ള സംഗതിയായിരിക്കും നമ്മുടെ സൈഡ് മാല അല്ലെങ്കിൽ തേരുമാല എന്ന് പറയുന്നത്. ഇതിൽ കറക്റ്റ് 5 സൈഡോ 6 സൈഡോ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. നമ്മളൊരു സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അത് പൊന്തിക്കണ പോലുള്ളൊരു സാധനം ആവുന്ന ലെവലിൽ ബാക്ക് മൊത്തം പ്ലെയിൻ ആക്കിയിട്ടുള്ള മാലകളും ഉണ്ട് തേരുമാല. അപ്പോൾ അതാണ് ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ. ഒക്കെ നല്ല ഓർമ്മയുണ്ട്, ഒരു 10-15 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന കാളകളിൽ ഈ തേരുമാളുടെ ഉള്ളിൽ കൂടെ ട്യൂബ് ലൈറ്റ് ഇടും, ട്യൂബ് ലൈറ്റ്. അപ്പോൾ എന്താ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ട്യൂബ് ലൈറ്റ് ഒറ്റ കത്തല ഇങ്ങനെ അത്തൂല് അത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ ഇപ്പോൾ 4 പടിയൊക്കെ ആയിട്ടാണ്, 3-4 പടികളായിട്ടൊക്കെയാണ് നമ്മുടെ തേരുമാല സാധാരണ ഉണ്ടായിരിക്കും, തേരുമാലയും പടിമാലയും. അപ്പോൾ തേരുമാലയിൽ അങ്ങനെ ട്യൂബ് ലൈറ്റ് ഇടുന്ന സമയത്ത് അതിലെ ആദ്യത്തെ 1ാമത്തെ പടിയിൽ വേറൊരു കളർ, ഇപ്പോൾ മഞ്ഞയാണെങ്കിൽ 2ാമത്തെ പടിയിൽ പച്ച, 3ാമത്തെ പടിയിൽ വേറെ ഏതെങ്കിലും കളറ്, അങ്ങനെയൊക്കെ ഒരു രീതിയിലൊക്കെ പല കാളകളെയും കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് വരുന്ന സമയത്ത് ഇന്ന് കാണുന്ന ഡെവലപ്ഡായ രീതിയിൽ പോലുള്ള ഈ സ്റ്റിക്കർ പോലുള്ള ലൈറ്റുകൾ ഇല്ലായിരുന്നു. അന്ന് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ലൈറ്റ് ആൻഡ് സൗണ്ട് എന്നൊക്കെ ഉള്ള ലൈറ്റ് സാധനങ്ങളില്ലേ, ഇങ്ങനെ ഈ ഉണ്ടമുളകിൻ്റെ വലുപ്പത്തിലുള്ള ലൈറ്റ് സാധനങ്ങളൊക്കെ അത് ആ മാല മൊത്തം റൗണ്ടിലുള്ളൊരു മാല അങ്ങനെ എന്തെങ്കിലുമൊക്കെ മൊത്തം ഇവിടെ ഈ പണ്ടത്തിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കുക, അതേപോലെ തലയുടെ മുകളിൽ ബൾബ് ഇടുക, അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പൊക്കെ ആയിരുന്നു. പിന്നീടാണ് ഈ കാളകളിൽ ഇൻബിൽട്ടായിട്ട് ലൈറ്റ് സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് സംഭവം. അതൊക്കെയാണ് തേരുമാലിനെ കുറിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഈ പടിമാലയും തേരുമാലയും പല കാളകളിലും ഞാനിപ്പോൾ പറഞ്ഞ പോലുള്ള ഒരവസ്ഥയിലല്ല. നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ ഏകഛത്രാധിപതി കാളയിലൊക്കെ വരുന്ന സമയത്ത് ഈ തേരുമാലയും പടിമാലയും ഒക്കെ നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ പറഞ്ഞ ഒരു രീതിയിലല്ല. അതൊരു 5 സൈഡുള്ളോ 6 സൈഡുള്ളതോ അങ്ങനെയൊന്നുമല്ല, അതിലൊക്കെ വ്യത്യസ്തതകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണിയേട്ടൻ്റെ അല്ല ഹരിയേട്ടൻ്റെ കാള നമ്മൾ നോക്കുന്ന സമയത്ത് അതിലും ഈ പറയുന്ന സൈഡ് മാലയിൽ വേറൊരു രീതിയിൽ ഗ്ലാസ്സോ അങ്ങനെ എന്തോ ഒരു സംഭവം അവിടെ വെച്ചിട്ട് അതിൽ ലൈറ്റ് ഇട്ടിട്ടൊക്കെയാണ്, കാണാനൊക്കെ നല്ല രസമാണ് അല്ലേ, നല്ലൊരു സംഭവമാണ്. അപ്പോൾ അതൊക്കെയാണ് മാലകളുടെ ഒരവസ്ഥ. പിന്നെ താഴെ വരുന്നത് മുത്തുമാലയാണ്. അതായത് നമ്മൾ ഇങ്ങനെ മാലല്ലേ, ആ മാലയ്ക്കും താഴെ മുത്തുമണികൾ ഇങ്ങനെ കോർത്തിട്ടുള്ള ഒരു സംഗതി. ഈ മുത്തുമണികൾ കോർത്തിട്ടുള്ള സംഭവം ഇത് മുത്തുമാല നമ്മൾ പറയൂലേ, ഇത് മുത്തുകളോ നല്ല ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ. പണ്ട് ഉണ്ടായിട്ടൊരു സാധനം ഏറ്റടിക്ക് വരുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഒരു ക്യാരറ്റ് പോലുള്ള ഒരു സാധനം തൂങ്ങി കിടക്കുന്നത് ഒരു സ്ട്രക്ചർ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. ഇന്നിപ്പോൾ ഇതിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകഛത്രാധിപതിയിലേക്ക് വരുന്ന സമയത്ത് ഈ മുത്തുമാലയിൽ ആ മുത്തിന് പകരം വേറൊരു സാധനമാണ് അവിടെ ഉള്ളത്, ഒരു സാധനം. അതിന്ന് കുറേ സംഗതികൾ ഇങ്ങനെ സ്ട്രക്ചറുകളും തൂങ്ങിക്കിടക്കുക അങ്ങനെയാണ്. ഇപ്പോൾ ഏകഛത്രാധിപതിയുടെ അവസാനം താഴെ മുത്തുമാലയുടെ ഭാഗത്തൊക്കെ വരുന്ന സമയത്ത് അതിലടക്കം ലൈറ്റ് ഉണ്ട്. മുത്തുമാലയിൽ പൊതുവെ ലൈറ്റ് ഉണ്ടായിരിക്കില്ല, പക്ഷേ ഇതിൽ ഏകഛത്രാധിപതിയിൽ ആ മുത്തുമാലയിലടക്കം ആ ഭാഗത്തടക്കം ലൈറ്റ് ഉണ്ട്. അത് കാണാൻ ഭയങ്കര രസമാണ്, നല്ല രസമായിട്ട് ലൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഇതിൽ വരുന്ന ചെവിപ്പൂക്കൾ. എന്താ ചെവിപ്പൂക്കൾ എന്ന് പറഞ്ഞാൽ, അതായത് ഈ കാളയുടെ ചെവിയുടെ താഴത്ത് ഇപ്പോൾ ഈ കാളത്തല ഇവിടെ ഫിറ്റ് ചെയ്യുക, ഫ്രെയിമിൽ ഫിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കോലി ഇങ്ങനെ വെച്ചിട്ടാണ് അല്ലേ, മരം കൊണ്ടുള്ള ഒരു കോലി ഇങ്ങനെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഈ കോലികൾ കാണാണ്ടിരിക്കാൻ വേണ്ടി ഈ ചെവിയുടെ നേരെ താഴെ ആ കോലിൻ്റെ 2 എൻഡിലുമായിട്ട് ഒരു സംഗതി വെക്കും. ചിലതിലൊക്കെ ഒരുപാട് വലുതായിരിക്കും, ചിലത് ചെറുതായിരിക്കും. അപ്പോൾ അങ്ങനെ വെക്കുന്നതിനാണ് നമ്മൾ ചെവിപ്പൂക്കൾ എന്ന് പറയുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെവിട്ടാണി യുടെ 2 എൻഡും മറിഞ്ഞ് നിൽക്കുന്ന രീതിയിലുള്ള ഒരു സംഗതി തന്നെയാണ് നമ്മൾ എന്ത് പറയുക, ചെവിപ്പൂക്കൾ എന്ന പേരിൽ പറയും. ഈ ചെവിപ്പൂക്കളിലൊക്കെ ലൈറ്റൊക്കെ സാധാരണ കാളകളിൽ ഇപ്പോൾ കാണലുണ്ട്. അങ്ങനെയാണ് ഒരവസ്ഥ. മുമ്പ് അതിലൊന്നും ലൈറ്റൊന്നും പൊതുവെ കാണലില്ലായിരുന്നു. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ഇതിൽ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ഒരു സാധനമാണ് ഈ തേരുമാല ഉണ്ടല്ലോ. അത് 2 എൻഡിലുള്ള സൈഡ് മാല എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, തേരുമാലയുടെ അപ്പുറത്ത് ഒരു എക്സ്ട്രാ ഫിഗർ ഒരു സാധനം വെച്ച് തുടങ്ങി. ഇപ്പോൾ നമ്മുടെ ശിവേട്ടൻ്റെ കാളയിലാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു സാധനം. ഇപ്പോൾ വ്യാളി അങ്ങനെ ഒരു സെറ്റപ്പൊക്കെ എക്സ്ട്രാ ഫിറ്റ് ചെയ്യാൻ തുടങ്ങിയെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ബിഗ് ബിയിലൊക്കെ നോക്കുന്ന സമയത്ത് ഏകഛത്രാധിപതിയിലും ഒക്കെ അതിൽ ഉണ്ണിയേട്ടൻ്റെ മുമ്പത്തെ കതിരവല്ലേ, അതിൽ ഈ ചെണ്ട കൊട്ടുന്ന പോലുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നില്ലേ, അത് അങ്ങനെയുള്ള എക്സ്ട്രാ ഫിറ്റിങ്സ് സാധനങ്ങളൊക്കെ വരും. ഇപ്പോൾ ബാബുവേട്ടൻ്റെ കളിയിലേക്ക് വരുന്ന സമയത്ത് താഴെ ഒരു ആനയുടെ മുകളിൽ വ്യാളി ഇരിക്കുന്ന പോലെ അതിന് മുകളിൽ കുതിര, അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു.
അതുപോലെ ഉണ്ണിയേട്ടൻ്റെ മുമ്പത്തെ കാളയിൽ ചെണ്ടക്കാരിങ്ങനെ കൊട്ടുന്ന പോലുള്ളൊരു സംഗതിയല്ലേ ഉണ്ടായിരുന്നു, ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ അതുപോലെ ബിഗ് ബീലല്ലേ, മയിലുണ്ടായിരുന്നു ബിഗ് ബീലല്ലേ, അങ്ങനെയൊക്കെ. പിന്നെ ഏതോ പ്രാവോ മയിലോ അങ്ങനെയുള്ളൊരു കാളുണ്ടായിരുന്നല്ലോ, ഒരു ആക്സിഡൻറ്റ് അപകടം പറ്റിയിട്ട് മറിഞ്ഞൊരു കാളുണ്ടായിരുന്നില്ല, ആ കാളയിൽ പേരും കിട്ടുന്നില്ല, കടമ്പഴിപ്പുറത്ത് വെച്ചിട്ട് ആ കാളയിലും വേറൊരു രീതിയിലുള്ള ഒരു സംഗതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ കാളയെ കൂടുതൽ ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ എക്സ്ട്രാ സ്ട്രക്ചേഴ്സും ഒക്കെ ഉള്ള ഒരവസ്ഥയിലേക്കാണ് ഇന്ന് നമ്മൾ ഭൂരിഭാഗം കാളകളെയും പല കാളകളെയും കാണുന്നത്. പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ മുമ്പുണ്ടായിരുന്ന അതേ ലെവലിൽ ഈ ഭാഗങ്ങളൊക്കെ ഉള്ള കാളകളും ഇന്ന് നമുക്ക് കാണാം. പ്രത്യേകിച്ച് മുളയങ്കാവ് ഭാഗത്തൊക്കെ പോയിട്ടാണ് നമുക്കത് കാണാൻ പറ്റും. അതേപോലെ മുളയങ്കാവിൽ തന്നെയുള്ള ഇപ്പോൾ കുലപതി കാളയുടെ തറവാട്ടിലുള്ള ഒരു ചെറിയൊരു കാളുണ്ട്, നല്ല രസമാണ് കാണാൻ. ആ കാളുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ കാളുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഒരു സ്ട്രക്ചറിലേ അല്ല അതിൻ്റെ മാലകളും ഒന്നും ഉള്ളത്, മാലയല്ല അതിൻ്റെ ഫ്രണ്ടിലുള്ള ആഭരണങ്ങളും സൈഡ് മാലയും ഒന്നുമില്ല, അത് വേറൊരു രീതിയിലാണ്. ഇപ്പോൾ നമ്മുടെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം നിൽക്കണ പോലെയുള്ളൊരു സംഭവമൊക്കെയാണ്. ഇനി നേരെ ഉടലിലേക്ക് വരുന്ന സമയത്ത്, ഉടൽ പറഞ്ഞാൽ കാളയുടെ ശരീരം. ഈ കാളയുടെ ശരീരത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കുലപതി കാളയാണ്. അതായത് നമ്മൾ സാധാരണ ഒരു കാള ഉണ്ടാക്കുന്ന സമയത്ത് പലരും എന്താ വെച്ചാൽ ഉടൽ എന്നുള്ള രീതിയിൽ കണ്ട ഉടലാണ് തോന്നുന്ന രീതിയിൽ ഒരു സ്ട്രക്ചറാണ് വെക്കലുള്ളത് അല്ലേ. പക്ഷെ കുലപതി കാളയിലേക്ക് വരുന്ന സമയത്ത് ആ കുളമ്പടക്കം ശരിക്കും ഒരു കാളയുടെ എങ്ങനെയാണ് ഒരു കുളമ്പ് ഉണ്ടായിരിക്കുക ആ ഒരു രീതിയിലേക്ക് ആ സാധനത്തിനെ മാറ്റിയിട്ട് അടിപൊളിയാണ്. കുലപതി കാളയുടെ ഉടൽ ഗംഭീരമാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ അതിന് സൈഡിൽ നിന്നൊക്കെ കാണുമ്പോൾ ബാക്കിൽ നിന്നൊക്കെ കാണുമ്പോൾ ശരിക്കും കാളയുടെ ഉടലിനോട് അത്രത്തോളം സാദൃശ്യമുള്ള രീതിയിലുള്ള നല്ല രസമുള്ള ഉടലുകളാണ് നമ്മുടെ കുലപതി കാളയ്ക്കുള്ളത്. ഈ കുലപതി കാളയുടെ ഉടലെന്ന് പറയുകയാണെങ്കിൽ ആ ഉടൽ വരിഞ്ഞതൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സാധാരണ നമ്മൾ വൈക്കോലിൽ തുണി ഇങ്ങനെ മുകളിൽ റൈറ്റ് സൈഡിൽ വെള്ള തുണി, ഇടതുഭാഗത്തുള്ള കാളുടെ ഉടലിൽ ചുവപ്പ് തുണി, ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ സാധാരണ കാണല്ലേ അല്ലേ. അതിന് അതിൻ്റേതായ വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ശിവനും പാർവതി അങ്ങനെ എന്തോ സംഭവമാണ്, ഒന്ന് സമാധാനത്തിൻ്റെയും ഒന്ന് ഈ പറഞ്ഞ പോലെ ഒരു പാഷൻ്റെയും ഒക്കെ സിമ്പിളായിട്ടുള്ള അങ്ങനെ ഒരു സംഭവം കൃത്യമായിട്ട് അറിയുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സാധാരണ കാണൽ. പക്ഷെ കുലപതി കാളയുടെ ഉടലിലേക്ക് വരുന്ന സമയത്ത് അത് ആ വരിഞ്ഞ് കെട്ടിയൊരു സാധനമായിട്ട് തോന്നൂല. എനിക്ക് തോന്നുന്നത് അത് വേറെ എന്തൊക്കെ ഒരു പരിപാടി അതിലുണ്ട് തോന്നുന്നു. അപ്പോൾ എന്തായാലും സംഗതി അടിപൊളിയാണ് കുലപതി കാളുടെ. അതുപോലെ ബാബുവേട്ടൻ്റെ കാളകളുടെയൊക്കെ ഉടലുകളെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന കാളകളിൽ വലിയൊരു ശതമാനം ഉടലുകളും ഈ പറയുന്ന പോലെ വരിഞ്ഞ് കിട്ടുന്ന ഒരു വലിയ കലാകാരനാണ് വേലായുധേട്ടൻ. വേലായുധേട്ടനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്, അധികം വൈകാണ്ട് തന്നെ അത് വരും, ആ വീഡിയോ വരുന്നതായിരിക്കും. വേലായുധേട്ടൻ ഉണ്ടാക്കുന്ന വിരിഞ്ഞ് കിട്ടുന്ന ഉടലുകൾ എന്ന് പറഞ്ഞാൽ ഗംഭീര ഉടലുകളാണ്, നല്ല രസമുള്ള ഉടലുകളാണ്. അതും അതിനും ഒരുപാട് വെറൈറ്റികൾ കൊണ്ടുവരുന്നൊരു മനുഷ്യനാണ്. എത്രയോ വർഷങ്ങളായിട്ട് ഉടലുകളുടെ നിർമ്മാണത്തിൽ ആ വിരിഞ്ഞ് കിട്ടുന്ന ഒരു കലയിൽ എന്താ പറയുക ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു ഗംഭീര മനുഷ്യനാണ് നമ്മുടെ വേലായുധേട്ടൻ. അപ്പോൾ വേലായുധേട്ടനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ വഴിയെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഉടലിനെ കുറിച്ച് പറയുള്ളത്. അതേപോലെ എഴുവന്തല രണ്ടാം ജോഡി കാളയുടെ ഉടൽ അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാൻ. ബാക്കി കാളകളുടെ ഉടലുകളും നല്ല രസമുണ്ട്. ഞാൻ പെട്ടെന്ന് ഇതിൽ എടുത്തു പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന, എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്കിംഗ് ആയി തോന്നിയ, പെട്ടെന്ന് ഓർമ്മ വരുന്ന കുറച്ച് കാളകളുടെ ഉടലുകളാണ് പറയുന്നത്. അതുപോലെ കാളകളുടെ ഉടൽ എന്ന് പറഞ്ഞപ്പോൾ ചില കാളകൾക്ക് അവരെ ഉടലിനനുസരിച്ചുള്ള തലയുടെ വലുപ്പത്തിനനുസരിച്ചുള്ള ഉടലുകളാവണമെന്നൊന്നുമില്ല. അത് ഓരോ സീസണിലും അപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചില കാളകൾക്ക് ചെറിയ തലയാണെങ്കിലും വലിയ ഉടലൊക്കെ ആയിരിക്കും. അതുപോലെ ഒരുപാട് ഹൈറ്റുള്ള ഉടലായിരിക്കും. ചിലതെന്താ വെച്ചാൽ വലിയ തല ഉണ്ടെങ്കിലും ചെറിയ ഉടലുകളൊക്കെ ആയിരിക്കും. ഈ വലിയ കാളകൾക്ക്, അതായത് വലിയ ശരീരം വലിയ തല ഉള്ള കാളകൾക്ക് അതിനനുസരിച്ച് വലിയ ഉടൽ വെക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായ ഒരു ബുദ്ധിമുട്ട് കൂടി ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഈ സാധനം തിരിയണമല്ലോ, കാള എപ്പോഴും സ്ട്രെയിറ്റ് റോഡിൽ ഇങ്ങനെ പോവല്ലല്ലോ, കാളേനെ തിരിക്കുക വേണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വെക്കുന്ന സമയത്ത് ഈ ബാക്ക് തിരിഞ്ഞു കിട്ടാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അതിന് മാത്രമുള്ള സ്ഥലം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയായിരിക്കാം പല കാളകളും അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായ സാധനം, പല കാളകളുടെ ഉടലുകൾ ഈ തലയ്ക്കനുസരിച്ചുള്ള ഒരു കോമ്പാറ്റബിളായിട്ടുള്ള ഒരു ഉടലല്ല പല കാളകളിലുള്ളത്. അതിൻ്റെ ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് അവരതങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഈ പറയുന്ന സാധനം ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കലുണ്ട് കേട്ടോ, ആലോചിക്കുന്നുണ്ട്. ഈ വെളുത്ത റൈറ്റ് സൈഡിലുള്ള വെളുത്ത തുണി
ചുറ്റിയിട്ടുള്ള ഉടലുണ്ടല്ലോ, ഈ പൂരപ്പറമ്പിലേക്ക് പോകുമ്പോൾ ഇത്രയും പൊടിയാവൂല, പൊടി അടിക്കൂല, ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണത്. അപ്പോൾ പല കാളുകളുടെയും ഈ കാലിൻ്റെ അവിടെ എന്താണെന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ പോലുള്ള ഒരു സെറ്റപ്പ്, നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് കവറല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, കളറില്ലാത്ത കവർ അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ പൊടി അടിച്ചാലും കാലിലേക്ക് ആ തുണിയിലേക്ക് കയറുമല്ലോ. അതേപോലെ തന്നെ ഈ ഉടലിൻ്റെ മുകളിൽ വെക്കുന്ന മറ്റേ തുണിയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ആളുകൾക്ക് ഇതിന് മുകളിൽ കയറണമല്ലോ, ആർച്ച് പൊക്കാനും ഒക്കെ വേണ്ടിയിട്ട്, അപ്പോൾ ചളിയാവാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ തുണിയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ആർച്ചൊക്കെ പൊക്കണമെങ്കിൽ 1-2 ആൾക്കാർ വിചാരിച്ചാലൊന്നും നടക്കില്ല. വലിയ കാളകളുടെയൊക്കെ അതിന് തന്നെ എത്ര ആൾ, 8-10 ആളുകൾ വിചാരിച്ചാൽ ഇതൊക്കെ ഒന്ന് പൊക്കണുണ്ടായിരിക്കുക. അപ്പോൾ നല്ല പെടാപ്പാടാണ്. അപ്പോൾ ഒരു കാളയുടെ ആർച്ചൊക്കെ ഒന്ന് പൊങ്ങി കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും എഫേർട്ട് ഉണ്ട്. അപ്പം അങ്ങനെ ഭീമാകാരങ്ങളായ കാളകളും ഒക്കെ ഒരുപാടുണ്ടല്ലോ നമുക്കിടയിൽ. മുമ്പൊരു കാവിലേക്ക് നമ്മൾ കാളവേല കാണാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു വലിയ കാളേനെ കാണുക എന്ന് പറഞ്ഞാൽ ദുർലഭമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ 5, 6, 7, 10 വലിയ കാളകളെ നമ്മൾ കാണുന്നത്. വലുതെന്ന് പറഞ്ഞാൽ ഭീമാകാരങ്ങളായ വമ്പൻ കാള, ഏറ്റവും വലിപ്പമുള്ള കാളകളുണ്ട്. നമ്മുടെ നിലവിൻ്റെ തമ്പുരാൻ, അതേപോലെ തന്നെ ബിഗ് ബി, ബാലേട്ടൻ്റെ മുമ്പിലായ ബാലേട്ടൻ്റെ കാള, കതിരവൻ, ഇങ്ങനെയുള്ള വലിയ കാളകൾ. ഞാൻ ഏതെങ്കിലും കാളകളുടെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. ഞാനിപ്പോൾ ഒരു കാളുടെ പേര് പറഞ്ഞാൽ ആ കാളുടെ പേര് പറഞ്ഞോല്ലേ എന്ന് കുറച്ച് കഴിഞ്ഞാൽ മറക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ക്യാമറ കാണുമ്പോൾ എൻ്റെ കൈയും കാലും വിറക്കി, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെന്താ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ ചെറിയ കാളുകളൊക്കെ ഉണ്ട്. മുമ്പത്തെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ ഈ ചെയ്സൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ചെയ്സൊക്കെ ജസ്റ്റ് വന്ന ഒരു ടൈമിലൊക്കെ ഈ വലിയ കാളകളൊക്കെ ചെയ്സിലാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ അതായത് ആ ചെയ്സിൽ നിന്ന് കാളയെ ഇങ്ങനെ പുറത്തിറക്കാണ്ട് അങ്ങനെ ഇങ്ങനെ നമ്മൾ വലിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ തള്ളിക്കൊണ്ടുവരികയൊക്കെ ചെയ്യില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് പല കാളകളുള്ളത്. ആ കാളകളുടെ ഫ്രണ്ടിൽ കുഞ്ഞ് കാളകളൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. ആ കാളകളെയാണ് പലപ്പോഴും കാവിലേക്ക് കയറ്റി കളിപ്പിക്കുക. കാരണം വലിയ കാളേനെ ചെയ്സ് കൊടുക്കുക കൊണ്ടുപോകുന്ന എല്ലാ കാവുകളിലും എലൗഡ് അല്ല. അങ്ങനെയൊക്കെ പ്രശ്നമുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞി കാളകളൊക്കെ അവിടെ ഉണ്ടായിരിക്കാം, കാളേനെയും കളിപ്പിക്കുന്നുണ്ടായിരിക്കുക. അതിന് മുമ്പുള്ള ഈ ഒരു കാലഘട്ടത്തിന് മുമ്പുള്ള ഒരു 10-15 കൊല്ലമൊക്കെ പിന്നിലേക്ക് പോകുന്ന സമയത്ത് ഭൂരിഭാഗം കുഞ്ഞു കാളകളാണ്. കുഞ്ഞു കാളകൾ, ഈ കുഞ്ഞു കാളകളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതിൽ ആർച്ച് പൊക്കാനൊക്കെ ഒരാൾ വിചാരിച്ചാൽ ആർച്ചൊക്കെ പൊക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. ആ കാളേനെ തുള്ളിക്കളിച്ച് കൊണ്ടുവരണ പോലെയാണ് ആളുകൾ കാവുകളിലേക്ക് കൊണ്ടുവന്നിരുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറേ വിഷ്വൽസ് നമുക്ക് മിസ്സാവുന്നുണ്ട്. സംഗതി ആലോചിച്ചൊക്കെ ഒരു 10-12 പേര് ഒരു കാളേനെ കയറ്റി ഇങ്ങനെ കൊണ്ടുവരികയാണ്. അതിൻ്റെ മുകളിൽ ഒരാൾ ആർച്ച് പോക്കാർ താഴ്ത്താരൊക്കെ സംഭവം നല്ല രസമാണില്ലേ, കളിപ്പിക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആക്കുന്നത്. അപ്പോൾ ഈ മാല മൊത്തം ഇളകുന്നത്, മുത്തുമാലയൊക്കെ ഇളകുന്നത് ഒക്കെ ഉള്ളൊരു സാധനം. അപ്പോൾ ആ ഒരു വിഷ്വൽ നമുക്ക് പലപ്പോഴും മിസ്സാവുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇവിടെ പോയപ്പോഴാണ് കൈലിയാട് അവിടെ കാളവേലിക്ക് പോയ സമയത്ത് ഒരു ചെറിയ കാളേനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ചെറിയ കാളേനെ ഒരു 4 ബ്രോസ് കൊണ്ടുവന്നിട്ട് കളിപ്പിക്കുന്ന പരിപാടിയുണ്ട്. ഓടിയിട്ടാണ് കയറ്റിയിട്ട് കൂക്കി വിളിച്ചിട്ട് ഒരു ചാടിക്കളിച്ചിട്ട് കയറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഒരു ബ്രോ ഓടി വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ പറഞ്ഞാണ് ആ കാളറെ ഉടമസ്ഥൻ മൂപ്പരാണ് തോന്നുന്നത്. അതായത് ഇതോളം നിൽക്കണേടാ കാളറെ കൊണ്ടുവരുന്ന അവസ്ഥയിൽ അവളങ്ങനെ നെഗറ്റീവായിട്ട് പറയണതല്ല, എന്തായാലും സംഭവം അടിപൊളി. അപ്പോൾ ആ ഒരു വൈബ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കാളവേലയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു വൈബൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന സംഗതികളാണ്. അപ്പോൾ അങ്ങനെ പിന്നെന്തെങ്കിലും പറയുന്നത്, ഉടലിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. അതാണ് ഉടലിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. ചില ഉടലുകളൊക്കെ ഒരുപാട് വലിപ്പം ഉണ്ടായിരിക്കും, ചില ഉടലുകൾ വലിപ്പം കുറവായിരിക്കും, ചിലത് ഒരുപാട് തടി ഉണ്ടായിരിക്കും, ചിലത് തടി കുറവായിരിക്കും. ചില ഉടലുകളുടെ കാലുകളൊക്കെ ഇങ്ങനെ വന്നിട്ട് അവസ്ഥയിലായിരിക്കും. ചിലതെന്ന് പറഞ്ഞാൽ കറക്റ്റ് നല്ല പുതുമനുള്ള ഗുണ്ടായിട്ടുള്ള ഉടലുകളാകുമ്പോൾ നല്ല മാംസളമായ ശരീരം പോലുള്ളൊരവസ്ഥയിൽ. അപ്പോൾ കാളുടെ തലകളൊക്കെ കാളുടെയൊക്കെ ഫ്രണ്ടിലുള്ള കാലുകളൊക്കെ ഉയരം കുറഞ്ഞ പോലെയൊക്കെ തോന്നും. ഉയരം കുറവെന്നല്ല, അങ്ങനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ബാലേട്ടൻ്റെ കാളയാണോ അതോ ബാബുവേട്ടൻ്റെ കാളയെന്ന് അറിയില്ല. ഒരു വട്ടം ഇവിടെ താനിക്കുന്ന് വന്ന സമയത്ത് അവിടുന്ന് തൊട്ടപ്പുറത്തെ കമ്മിറ്റിയാണ്, ഒരു 100 മീറ്റർ അപ്പുറത്ത് 2 കാളകളാണ്. അന്ന് പൂക്കുട്ടാവിലെ ഏറ്റവും വലിയ 2 കാളകൾ വന്നത് ഞങ്ങളുടെ നാട്ടിൽ നിന്നായിരുന്നു. അതിൽ ബാലേട്ടൻ്റെ കാളയെ ബാബുവേട്ടൻ്റെ കാളയെന്ന് അറിയില്ല. അതിൻ്റെ ഒരു ഉടൽ നല്ല സൈസിൽ ശരിക്കും ഇങ്ങനെ എന്നായിരുന്നു കാളുടെ ഉടലൊക്കെ. അതായത് ഭയങ്കര നല്ല രസമായിരുന്നു അത്. അതിലിങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അത് ഞാൻ ജമ്മത്ത് മറക്കില്ല ആ ഒരു സീൻ. പക്ഷേ അത് ഏതാ കാളാന്ന് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഒന്നല്ലെങ്കിൽ ബാലേട്ടൻ്റെ അല്ലെങ്കിൽ ബാബുവേട്ടൻ്റെ ഇതിലേതൊരു കാളയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുള്ളത്. പിന്നെ ഇതിൻ്റെ നിറങ്ങൾ പല നിറങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. മുമ്പ് ഒരു ടൈമിൽ ഈ മാലയിൽ ആർസിലും
ഒക്കെ ഉപയോഗിച്ചിരുന്ന നിറങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതലും യെല്ലോ ആയിരുന്നു. യെല്ലോവും വൈറ്റും ആയിരുന്നു. പിന്നെ ബ്രൗൺ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, റെഡ് കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ഗ്രീനൊക്കെ എവിടെയെങ്കിലും ചെറുതായിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, ഈ ഔട്ട്ലൈനൊക്കെ വരുന്ന സമയത്തോ ഇടയിൽ ചെറുതായിട്ടൊക്കെ. പക്ഷേ ഇന്ന് പിങ്ക് നിറം, നീല നിറം, പല നിറത്തിൽ, മഞ്ഞൊന്നും ഇപ്പോൾ പലപ്പോഴും വേണ്ട രീതിയിൽ കാണാത്തൊരു രീതിയിലൊക്കെ ഉണ്ട്. ഇതൊക്കെ കാരണം അതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏകഛത്രാധിപതിയുടെ കളറിങ് നോക്കി മനസ്സിലായി ഇത് ഓരോ വർഷവും ഇതിലൊക്കെ മാറ്റങ്ങളൊക്കെ വരും കേട്ടോ. ബാബുവേട്ടൻ, പ്രത്യേകിച്ച് ബാബുവേട്ടൻ്റെ കളകളിലൊക്കെ ഒരുപാട് വെറൈറ്റി കൊണ്ടുവരുന്ന മനുഷ്യരാണ്. ഒരു സീസണിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളാണ് ബാബുവേട്ടൻ്റെ കാളയിലൊക്കെ നമുക്ക് വരുത്തുന്നത്. അപ്പോൾ നമുക്കത് ഒക്കെ അറിയാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഇളമുറ തമ്പുരാൻ്റെ ഉപയോഗിച്ച കളറ്, ബാബുവേട്ടൻ്റെ രണ്ടാം ജോഡി കള ഇളമുറ തമ്പുരാൻ്റെ ഉപയോഗിച്ച ആ ഒരു കളറിൻ്റെ ഒരു ലെവലിലല്ല യുവരാജാവ് എന്ന കാളയിൽ ഉപയോഗിച്ചുള്ള നിറങ്ങൾ. അതുപോലെയല്ല ഏകഛത്രാധിപതിയിൽ. അതുപോലെ ഉണ്ണിയേട്ടൻ്റെ കതിരവൻ കാളയിലേക്ക് വരുന്ന സമയത്ത് വേറെ പലതരത്തിലുള്ള നിറങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹരിയേട്ടൻ്റെ കാളയിലേക്ക് വരുമ്പോൾ വേറെ പല നിറത്തിലാണ്. കുലപതിയിലേക്ക് വരുമ്പോൾ വേറൊരു രീതിയിലാണ്. അങ്ങനെയൊക്കെ സംഭവങ്ങൾ. പിന്നെ ഇതിലെ തെണ്ടിക എന്നൊരു സാധനം. തെണ്ടിക എന്നാണോ ചിലർ തെണ്ടി എന്ന് പറയുന്നുണ്ട്. സാധാരണ തെണ്ടി പറയുന്ന സാധനമല്ല കേട്ടോ. തെണ്ടി ആ ഒരു സാധനം. തെണ്ടിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാളനെ കളിപ്പിക്കൂലേ, കാളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് കാളുടെ കാല് സെറ്റ് ചെയ്ത് വെച്ചൊരു സാധനമല്ലേ സാധനം തെണ്ടിക എന്ന് പറയുന്നത്. ആ തെണ്ടികയിലാണ് നമ്മളിത് വെച്ചിട്ട് ഷോൾഡറിൽ വെച്ചൊരു കാളേനെ കളിപ്പിക്കുന്നത്. വലിയ കാളകൾക്ക് പലതിനും തെണ്ടികയില്ല. തെണ്ടിക പറഞ്ഞാൽ നമ്മൾ ഷോൾഡറിൽ വെക്കുന്ന സാധനമില്ല. അതായത് ആ വണ്ടിയിൽ ചേസിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു അവസ്ഥയൊക്കെയാണ് പല കാളകൾക്കും നമുക്ക് അറിയാവുന്നതാണ്. ഈ ചെറിയ കാളകൾക്കൊക്കെ കയറ്റി കളിപ്പിക്കാവുന്ന കാളകളിലൊക്കെ തെണ്ടിക ഉണ്ടായിരിക്കും. നമ്മളത് ഷോൾഡറിൽ വെച്ചിട്ടുണ്ട് മുമ്പ്. സാധാരണ തേക്കിൻ്റെ മരമോ അങ്ങനെ എന്തൊക്കെ നല്ല ബലമുള്ള മരങ്ങളിലൊക്കെയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ പരിയാനം പറ്റയിലേ തോന്നണം തെണ്ടിക പൊട്ടിയിട്ടോ എന്തോ കാള അപകടം ഉണ്ടായത്. അങ്ങനെ പല കാവുകളിലും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ബലമുള്ള തെണ്ടികയായിരിക്കും ഉണ്ടായിരിക്കും. പിന്നെയുള്ള ഒരു ചേസാണ്. ചേസ് എന്ന് പറഞ്ഞാൽ വണ്ടി ഉണ്ടാവില്ല. ഇപ്പോൾ ഇതിൽ കുട്ടികളൊക്കെ കയറിയിരിക്കില്ല വണ്ടി, 4 ടയറൊക്കെ ഉള്ള, ഇപ്പോൾ ഓമ്നിയുടെ ടയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തിനേലും ടയറൊക്കെ ഉള്ള ചേസ്. ഈ ചേസും കുറച്ച് ഹൈറ്റുള്ള ചേസ് ഉണ്ട്, ഹൈറ്റ് കുറഞ്ഞ ചേസ് ഉണ്ട്. അതായത് അതിലുപയോഗിച്ച ടയറിൻ്റെ ഒരു അവസ്ഥയ്ക്ക് അനുസരിച്ചൊക്കെയാണ്. പലപ്പോഴും ഈ ചേസ് പലരും ഉണ്ടാക്കുന്നുണ്ട്, പലരും അത് വാങ്ങുന്നുണ്ട്, വാങ്ങിക്കൊണ്ടൊന്ന് സെറ്റ് ചെയ്യുന്നു, അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട്. എന്തായാലും അതിൽ ചെറിയ പണികൾ എന്തെങ്കിലും ചെയ്തിട്ട് ആൾട്രേഷനൊക്കെ ചെയ്തിട്ട് എന്തായാലും ഇങ്ങനെ ചേസ് സംഭവങ്ങളൊക്കെയാണ്. എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടം ചേസ് ഇല്ലാത്ത കാളകളെയാണ്. അത് ഏറ്റി കളിപ്പിച്ച് തെണ്ടികയിൽ ഏറ്റി കളിപ്പിച്ച് കൊണ്ടുവരുന്ന കാളകൾ അതൊരു ഗംഭീരതാണ്. പ്രത്യേകിച്ച് ഇത് കാരണവന്മാർ ഏറ്റിയിട്ട് കൊണ്ടുവരുന്ന കാളകളില്ലേ, അതൊരു ഗംഭീര സാധനമാണ്. ചേസ് ഇല്ലാണ്ട് ചെറിയ കാളകളെ കയറ്റിക്കൊണ്ട് വരില്ലേ. ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഈ ചേസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ഓർമ്മയുള്ളത്, നമ്മൾ ഈ ഇടത്തരം ജോഡി കാളകളെയൊക്കെ ഷോൾഡറിൽ ഏറ്റിയിട്ട് 5, 6, 8, 10 കിലോമീറ്ററുകൾ കൊണ്ടുവരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇന്ന് ആലോചിക്കാൻ പറ്റുമോ? ഇന്ന് ചേസ് ഉണ്ടായിട്ട് തന്നെ തള്ളി മുക്കി ഒരു ലെവലിലെത്തും അവിടെ എത്തണമെങ്കിൽ. പക്ഷേ മുമ്പ് അതുപോലെ കയറിട്ട് വലിച്ചിട്ടും ഒക്കെ അത് ഇപ്പോൾ ആരുടെയും പ്രശ്നമല്ല, ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്. പക്ഷെ മുമ്പ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കാളകൾ കൊണ്ടുവന്ന സമയത്ത് ഒരു ഇടത്തരം സെറ്റിനൊക്കെ ഇവിടുന്ന് ആൾക്കാർ ഏറ്റിയിട്ട് കൊണ്ടുപോവാണ്. അത്യാവശ്യം പെരുത്ത കാളകളെ ഇടത്തരം സെറ്റുകൾ ഏറ്റി കൊണ്ടുപോയിട്ട് അതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തണമല്ലോ. അപ്പോൾ ഈ തെണ്ടികയിലൊരു സാധനം ഉണ്ടായിരിക്കും, ഇങ്ങനൊരു സാധനം. അത് വെച്ചിട്ട് ആ കോല് വെച്ചിട്ട് ഇങ്ങനെ നിർത്തുമല്ലോ ഇടയ്ക്കിടയ്ക്ക്. എന്നാലും അത് വീണ്ടും ഏറ്റുകൊണ്ട് പോകുന്ന സമയത്ത് ഇത് ഷോൾഡറിൽ വെച്ച് ഇങ്ങനെ പോകണമല്ലോ. എന്നിട്ട് അതിനെ സ്റ്റെപ്പൊക്കെ കയറ്റിയിട്ട് മറക്കിയിട്ടൊക്കെ കളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഗംഭീര പരിപാടിയാണ്. അതാണ് ചേസിൻ്റെയൊക്കെ ഒരവസ്ഥ. പിന്നെ ഇപ്പോൾ ഇതിലെന്ത് പറയുന്നു, ഇതൊക്കെയാണ് കാളകളെ കുറിച്ച് പറയാനുള്ള കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ.